ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഈ ഒരു ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ. ഒന്നാമത്തെ വായന ജ്ഞാനത്തിൻ്റെ പുസ്തകം 18ാം അധ്യായത്തിൽ ദൈവം എപ്രകാരം തൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ വിളിച്ചു എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ ധ്യാനിക്കുന്നത്. രണ്ടാമത്തേത് രണ്ടാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ 11ാം അധ്യായത്തിൽ പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ടെന്നുള്ള ബോധ്യവും, ഇതാണ് വിശ്വാസം എന്നതിനെക്കുറിച്ച് ആ ഒരു ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യമാണ് നമ്മൾ കാണുന്നത്. അത് രണ്ടാം ഭാഗത്തിൽ, ആ ഒരു രണ്ടാം വായനയിലെ രണ്ടാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അതിനകത്ത് ഏറ്റവും പ്രത്യേകമായിട്ട് പറയുന്നൊരു കാര്യം, പകൽ വെട്ടത്ത് നിന്നുകൊണ്ട് അബ്രഹാത്തിനോട് ആകാശത്തിലേക്ക് കാണിച്ചുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് അത്രയും സന്തതികൾ നിനക്ക് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പോയിന്റാണ് നമ്മൾ വിശ്വാസത്തെ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് ഏത് നക്ഷത്രത്തെ അബ്രഹാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ എന്നിട്ട് പോലും അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഒരു കാണപ്പെടാത്തതുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു ഉറപ്പ്, അതാണ് ആ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കാണുന്നത്. ഇന്നത്തെ സുവിശേഷം ലൂക്കാ എഴുതിയ സുവിശേഷം 12ാം അധ്യായം 32 മുതൽ 48 വരെ വചനങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടും കാണുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യം കർത്താവ് പറയുന്നു, നിങ്ങൾ നശിച്ചു പോകാത്ത ഒരു നിക്ഷേപം അത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നശ്വരമായിട്ടുള്ള അല്ലെങ്കിൽ നശിച്ചു പോകുന്നതായിട്ടുള്ള നിക്ഷേപങ്ങളൊന്നും സൂക്ഷിക്കരുത്. അതിനപ്പുറത്തേക്ക് നശിച്ചു പോകാത്ത അനശ്വരമായിട്ടുള്ള നിക്ഷേപം സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. രണ്ടാമത് കർത്താവ് പറയുന്നത് ജാഗരൂകരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. വിവാഹ വിരുന്നിന് പോയി തിരിച്ച് മടങ്ങി വരുന്ന ആ ഒരു യജമാനെ കാത്തു നിൽക്കുന്ന ഒരു ഭൃത്യ, അതിനെ ഓർത്ത് സന്തോഷിക്കുന്ന ആ ഭൃത്യനെ ഓർത്ത് സന്തോഷിക്കുന്ന ആ യജമാനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഭൃത്യൻ്റെ തന്നെ മറ്റൊരു സൈഡും കൂടി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഭൃത്യൻ എന്താണ് ഇങ്ങനെ ഒരു താല്പര്യത്തോട് ഒരുങ്ങി നിന്നില്ലായിരുന്നെങ്കിലോ, അയാൾ മനസ്സിൽ വിചാരിക്കുകയാണ്, യജമാനം വരാൻ വേണ്ടി വൈകും, അപ്പം അതുകൊണ്ട് ഞാൻ തിന്ന് കുടിച്ച് മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിച്ച് നിന്നോളാമെന്ന് വിചാരിച്ചാലോ, അയാൾ കിട്ടാൻ പോകുന്ന ചാട്ടയടിയെ കുറിച്ചും ആ ഒരു ഉപമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് ഇതിനകത്ത് പറയുന്നത് ജാഗരൂകരായിരിക്കാൻ. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ വചനങ്ങളെല്ലാം ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. കർത്താവ് നമ്മളോട് എവിടെയോ പറയുന്നുണ്ട്, നിങ്ങളുടെ നിക്ഷേപം അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കരുത്, നശിച്ചു പോകുന്നതായിരിക്കരുത്. അത് ഏറ്റവും നല്ലത് എന്താണ്? അത് വിശ്വാസമായിരിക്കണം. എങ്ങനത്തെ വിശ്വാസമാണ്? അബ്രഹാത്തിനെ പോലെ കാണാത്തതുണ്ടെന്നുള്ള ബോധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു അബ്രഹാത്തിനെ പോലെ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു നിക്ഷേപം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പിന്നെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുള്ളത് ഒരുങ്ങി നിൽക്കാനാണ് പറയുന്നത്. ഈ ഒരുങ്ങി നിൽക്കാൻ പറയുമ്പോൾ പലപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചിരിക്കുക, നമുക്ക് പലപ്പോഴും നിത്യജീവൻ, രക്ഷ, മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, സ്വർഗം, നരകം, ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബോറടിക്കും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് രോഗസൗഖ്യം, ഡെലിവറൻസ്, നമ്മുടെ കടബാധ്യതകളിൽ നിന്നൊക്കെ മോചനം കിട്ടണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു മൂലക്ക് ഒരു ദൈവത്തിൻ്റെ ചിന്തയുണ്ട്, ഒരു ദൈവം, സർവശക്തിയുള്ളൊരു ദൈവത്തെക്കുറിച്ച്. ബാക്കി മുഴുവൻ ആ ദൈവത്തിൻ്റെ ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ദൈവം എന്ന് പറയുന്നത് പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കുന്നവൻ മാത്രമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവത്തിന് എങ്ങനെയെങ്കിലും ആ ഒരു അനുഗ്രഹം തരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരു ദൈവിക ചിന്തയാണ് ബാക്കി മുഴുവനായിട്ട് നിൽക്കുന്നത്. ഒരു ചെറിയ പോയിന്റിൽ നമുക്ക് സത്യമായിട്ടുള്ളൊരു വിശ്വാസമാണ്. ഇതൊന്നും ഇന്ന് നമ്മൾ മാറ്റേണ്ടത് അതാണ്. കാരണം എവിടെയോ നമ്മളെല്ലാവരും കണ്ടീഷനായി മാറിപ്പോയിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട വചനം ഏതാണ്? നമുക്ക് കഥകളൊക്കെ വായിക്കാനാണ് ഇഷ്ടം, ഉപമകളൊക്കെ വായിക്കാനാണ് ഇഷ്ടം. അതിനപ്പുറത്തേക്ക് നിത്യജീവനൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു വചനഭാഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കാൻ എല്ലാവർക്കും ഭയങ്കര പ്രയാസമാണ്. കാരണം എന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ല, ബോറടിക്കണം. കാരണം എന്താണ്? അത് ആക്ച്വലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും ഹ്യൂമൻ ലാംഗ്വേജിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ്. നമുക്ക് ഈ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് എൻ്റെ പ്രാർത്ഥന, വിശ്വാസം എന്ന് ചോദിച്ചാൽ എന്താണ്? ഭക്തിയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവം അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി നിൽപ്പുണ്ട്. ഇന്ന് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്, ഒരുങ്ങി നിൽക്കാൻ പറയുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് ക്ലാരിറ്റി ഉണ്ടാവാനാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങി നിൽക്കുന്നത്? ഏറ്റവും അവസാനത്തെ ഭാഗം, ഇപ്പോൾ ആ ഒരു ഉപമയ്ക്ക് 2 തലങ്ങളുണ്ട്, 2 ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ളത്. ഒന്ന്, ഈശോ എപ്പോൾ വരുമെന്ന്, ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചാണ് സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത്. ആ രണ്ടാം വരവ് എപ്പോഴായിരിക്കും നമുക്കറിയില്ല. രണ്ടാമത്തേത്, മനുഷ്യനോട് എന്നും ബന്ധമുള്ള ദൈവം എപ്പോൾ മനുഷ്യൻ്റെ ജീവനെ തിരിച്ചു വിളിക്കുമെന്നറിയില്ല. അപ്പം അതുകൊണ്ട്
ഏത് സമയത്തും ഒരുങ്ങി നിൽക്കണമെന്നുള്ള കാര്യം. അതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ ഒരുക്കം എത്രത്തോളമാണ്. ഞാൻ പള്ളിയിൽ പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഞാൻ കുമ്പസരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് നിത്യജീവനും നിത്യരക്ഷയും എന്നുള്ള ചിന്തയുണ്ടോ? അല്ലെങ്കിൽ മറിച്ച് ഞാനിങ്ങനെയൊക്കെ വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിച്ചൊക്കെ നിന്നാൽ മാത്രമേ എനിക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുള്ളൂ എന്ന ലിമിറ്റഡ് ചിന്തയാണ് നമുക്കുള്ളത്. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളെപ്പോൾ ട്രാൻസെൻഡ് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു തലത്തിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട ഒരു സമയം ആയിക്കഴിഞ്ഞു. പലപ്പോഴും നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ ലോകത്തിൻ്റേതായിട്ടുള്ള നിക്ഷേപങ്ങളെ ഓർത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതല്ല. ഞാൻ ജാഗരൂകരായി നിൽക്കാൻ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു നിത്യജീവനാണ്. അവസാനം, ദി എൻഡ്, എസ്കറ്റോളജിയാണ് കർത്താവ് ഈ ഉപമയിലൂടെ കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ബോധവാന്മാരായിരിക്കാം. ചെയ്യുന്ന ഓരോ നന്മ പ്രവൃത്തിയും എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു എൻ്റെ ആത്മാവിൻ്റെ രക്ഷ, അതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യവും ചില കാര്യങ്ങൾ നിയോഗങ്ങൾ നിറവേറപ്പെടാൻ വേണ്ടിയിട്ടല്ല, അതിനും അപ്പുറത്തേക്ക് എൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ പൂർവികരുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക്, അങ്ങനത്തെ ഒരു ചിന്തയിലേക്ക്, നിത്യജീവനിലേക്ക് ഞങ്ങൾ വരാൻ, ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ അതുപോലെ ഉയർപ്പിക്കപ്പെടാൻ. ഞാൻ കുമ്പസരിക്കുന്നത് വെറുതെ ഒരു വിശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, അതും അപ്പുറത്തേക്ക് പാപത്തിൻ്റെ കറകളെല്ലാം മായ്ച്ചു കളഞ്ഞുകൊണ്ട് നിത്യജീവൻ അർഹരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓരോ പ്രാവശ്യം ദിവ്യകാര്യം സ്വീകരിക്കുമ്പോൾ ആ നിത്യജീവൻ്റെ ഒരു ഫോർ ടേസ്റ്റ്, ഒരു മുന്നാസ്വാദനമാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ളൊരു ബോധ്യം. എനിക്ക് തോന്നുന്നു ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈ ഒരു ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഞാനിപ്പോൾ ഏത് തലത്തിലാണ് നിൽക്കുന്നത്? ഞാൻ ഈ ലോകത്തിൻ്റേതായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനയും വിശ്വാസവും എല്ലാ കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ഒരു ലെവലിൽ മാത്രമായിട്ട് ലിമിറ്റഡായിട്ട് നിൽക്കുമ്പോൾ എവിടെയോ ഞാൻ മിസ്സായി പോകുന്നൊരു ലെവലുണ്ട്. എന്ന സുവിശേഷത്തിന് അവസാന ഭാഗത്ത് കർത്താവ് പറയുന്നതാണ്, അറിഞ്ഞുകൊണ്ട് കൂടുതൽ നൽകപ്പെട്ടവനുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എവിടെയോ നമ്മൾ വേണ്ടാന്ന് വെക്കുന്ന വചനത്തിൽ നമ്മൾ പലപ്പോഴും ഫിൽട്ടർ ചെയ്ത് എനിക്ക് താല്പര്യമുള്ള, എനിക്ക് ഫേവററ്റ് ആയിട്ട്, എനിക്ക് താല്പര്യം, എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഞാനെടുത്ത് വായിച്ച് അതിൽ നിന്ന് മാത്രം ധ്യാനിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നൊരു നിമിഷമുണ്ട്. കർത്താവ് നല്ല, കാരണം അവിടെ അങ്ങനെ തന്നെ വേണമെന്ന് അറിഞ്ഞുകൊണ്ട് ബോധവാനായിരിക്കുന്നതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ കൂടുതലാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു ഭൃത്യൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ ജീവിതത്തിൽ താൻ യജമാനൻ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പ്രതീക്ഷിച്ചു. വിവാഹ വിരുന്ന് കഴിഞ്ഞ് വരുന്ന യജമാനന് ഭക്ഷണം ഒരുക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തിന്നാം, ഞാൻ കുടിക്കാം, ഇതൊക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ എവിടെയോ യജമാനൻ എന്ത് ചെയ്യുമെന്ന് നേരത്തെ തന്നെ മുൻകൂട്ടി ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്ന ആ ഒരു ഭൃത്യം ചെയ്യുന്ന തെറ്റ് നമ്മൾ പലപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുള്ളൂ. ദൈവം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കും. ഇങ്ങനൊരു ഫോർമാറ്റിൽ നിൽക്കുന്നൊരു ദൈവമുണ്ട്. അതിനും അപ്പുറത്തേക്ക് നിത്യജീവൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ആ ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല. എവിടെയോ നമ്മളുടെ ഒരു പ്രീ കൺസെപ്ഷൻ, മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഒരു മുൻവിധിയോടുകൂടിയാണ് കർത്താവിനെ മനസ്സിലാക്കുന്നത്. ഇന്ന് ബലിയിലായിരിക്കുന്ന സമയത്ത്, ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആ ഒരു ബോധ്യം മാറാൻ വേണ്ടിയിട്ട് കർത്താവ് എൻ്റേതായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഭാഷയിൽ നിന്നും ദൈവത്തിനെ മാറ്റിയിട്ട് ദൈവം എന്താണോ ആ അനന്തമായ ദൈവത്തെ മനസ്സിലാക്കാനോ ആ ദൈവത്തെ ഒന്ന് പുൽകാനോ എനിക്ക് കൃപ നൽകണമേ. ഞാൻ എൻ്റെ ഈ നശ്വരമായിട്ടുള്ള നിക്ഷേപങ്ങൾക്കപ്പുറത്തേക്ക് അനശ്വരമായ നിത്യജീവൻ, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ, എൻ്റെ ശരീരത്തിൻ്റെ ഉയർപ്പ്, ഇതൊക്കെ വെറുതെ വിശ്വാസ പ്രമാണത്തിൽ വെറുതെ ഏറ്റുപറയുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കാനും, അതാണ് യഥാർത്ഥ നിക്ഷേപം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ, എൻ്റെ കുടുംബത്തിനും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.